വികരണാംശം അല്ലെങ്കിൽ ദ്രവ്യാംശം ഉണ്ടായിട്ട്. അപ്പോൾ അത് നമ്മുടെ അടുത്തൊരു ഘട്ടമാണ് ചെയ്യേണ്ട പ്രവർത്തിയിലുള്ളൊരു ഘട്ടമാണ്. അപ്പോൾ ആദ്യം അതിലേക്ക് അപ്പോൾ അതിൻ്റെ നമുക്ക് ഉപദേവന്മാരുടെ ശ്രീകോവിൽ ബിംബങ്ങൾ വളരെ ദയനീയാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അത് ന്യൂനത പരിഹരിക്കാൻ ആദ്യത്തെ മറ്റൊരു പ്രാധാന്യമുള്ള വിഷയം. അപ്പോൾ ഈ 3 എണ്ണത്തിനും കൂടി ഒരുമിച്ച് നമ്മൾ ഈ 4 ദിവസങ്ങളിൽ തുടങ്ങുകയാണ്. ഇത് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് നടപ്പിലായതുമാണ്. അപ്പോൾ ആദ്യം അഷ്ടമംഗല പ്രശ്ന പരിഹാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രേതാവാഹന കർമ്മമാണ്. സുദർശനഹോമം മറ്റ് അഘോര ഹോമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഹോമങ്ങൾ കഴിഞ്ഞ് ആ ഹോമസമ്പാദം ബിംബത്തിനെ സ്പർശിച്ചതിന് ശേഷം ആ ബിംബത്തിൽ ഇരിക്കുന്ന ആ രാക്ഷസീയമായിട്ടുള്ള അല്ലെങ്കിൽ പൈശാചിക പ്രേത സംബന്ധമായിട്ടുള്ള ആ നെഗറ്റീവ് ഫോഴ്സസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഈശ്വരീയ ചൈതന്യമല്ലാത്ത ആ ഒരു അംശത്തിനെ നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ട് തിരിച്ച് ഈശ്വരീയ ചൈതന്യത്തിന് തിരിച്ച് ആ ബിംബത്തിൽ തന്നെ യോജിപ്പിക്കുക. അതിനാണ് പ്രേതാവാഹന വേർപാട് എന്ന് പറയുന്നത്. പ്രേതാവാഹനയും ബാധാ വേർപാട് എന്നാണ് പറയുക. അപ്പോൾ ആ ചടങ്ങുകളാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ആ പ്രേതാവാഹന ചെയ്തു കഴിഞ്ഞാൽ ഒരു അശുദ്ധി ആ ബിംബത്തിനെ ബാധിക്കും. ആ അശുദ്ധി മാറ്റാൻ വേണ്ടിയിട്ടാണ് ശുദ്ധിക്രിയകൾ എന്നുള്ള ചടങ്ങുകൾ ചെയ്യുന്നത്. അത് ഇന്ന് വൈകുന്നേരം നാളെ രാവിലെയായിട്ട് ബിംബത്തിൽ ചെയ്യുകയാണ്. നാളെ രാവിലെ ബിംബശുദ്ധി, ജലശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം അങ്ങനെയുള്ള കുറേ കലശങ്ങൾ അഭിഷേകം ചെയ്യും. അതോടുകൂടി ആ ആവാഹിക്കുക എന്നുള്ള ചെയ്ത ആ ഒരു ചടങ്ങിൻ്റെ അതൊരു ആവശ്യമുള്ള ചടങ്ങാണെങ്കിൽ പോലും ആ ചടങ്ങിനൊരു അശുദ്ധിയുണ്ട്. ആ അശുദ്ധി ബിംബത്തിനെ ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബിംബശുദ്ധി എന്നുള്ള ചടങ്ങുകൾ അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് അവിടെ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ ചൈതന്യമൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ദ്രവ്യകലശം 25 കലശം, ഏറ്റവും ചുരുക്കി 25 കലശം നമ്മൾ അതിൻ്റെ അടുത്ത ദിവസം ബിംബത്തിന് അഭിഷേകം ചെയ്യുന്നുണ്ട്. അതൊരു ഘട്ടമാണ്. ബിംബത്തിലൊരു ഘട്ടമാണ്. നമ്മൾ പ്രേതാവാഹനയുടെ ഇന്ന് തുടങ്ങി കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളും തിലഹോമം, അത് കഴിഞ്ഞ് സായുജ്യ പൂജ, അതോടുകൂടി അതും ഒരു ഘട്ടം നമ്മൾ സമാപിക്കും. ഇതിൻ്റെ ഒക്കെ ഇടയിലാണ് ഈ ഉപദേവബിംബം നല്ല ഗണപതിയുടെ ദക്ഷിണാവർത്തിൻ്റെ ബിംബത്തിൻ്റെ ന്യൂനതകൾ രണ്ടും പൊട്ടിയിട്ട് ഏകദേശം അത്യാവശ്യത്തിലധികം പരിക്കുള്ളതാണ്. അപ്പോൾ അത് മാറ്റലായിരുന്നു നമ്മുടെ ഒരു ആദ്യത്തെ മുൻഗണന. അതിന് ഉത്തരായനത്തിൽ അത് പുനഃപ്രതിഷ്ഠ ചെയ്യാൻ സാധിക്കുള്ളതുകൊണ്ടാണ് തിരക്ക് പിടിച്ച് നമ്മൾ ഈ മിഥുനത്തിൽ അവസാന മുഹൂർത്തത്തിലേക്ക് തന്നെ തിരക്ക് പിടിച്ച് ഈ ഒരു സംഭവം